പ്രിമിറ്റീവ് ഡേറ്റ ടൈപ്സ് പഠിച്ചില്ലെങ്കിൽ നോൺ പ്രിമിറ്റീവ് പോയി, ഫംഗ്ഷൻസ് പോയി, ക്ലാസ്സസ് പോയി, മൊത്തം താറുമാറായി. അപ്പോൾ നിങ്ങൾ പറയും ഇത് ഈ പറഞ്ഞ ഈ സാധനത്തിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ 2 മണിക്കൂറായി. എനിക്ക് വേണമെങ്കിൽ പറഞ്ഞു പോകാം എന്താണ് ഡേറ്റ ടൈപ്പ്, എന്താണ് ഡേറ്റ സ്ട്രക്ചർ പറഞ്ഞിട്ട് പോകാം. പക്ഷേ നിങ്ങളിത് മനസ്സിലാക്കിയില്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇനി വരുന്ന ഫ്യൂച്ചർ സാധനങ്ങളെല്ലാം പൊട്ടും. വെബ് ഡെവലപ്മെൻറ്റ് പൊട്ടും. പിന്നെ ഞാൻ പറഞ്ഞ എന്തൊക്കെയാണോ അതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് എന്തൊക്കെ ആപ്ലിക്കേഷൻസ് ഉണ്ടോ അതെല്ലാം പൊട്ടാൻ പോകുന്നത് ഈ പറഞ്ഞ ഡേറ്റ സ്ട്രക്ചേഴ്സിലാണ്. മെഷീൻ ലേണിംഗിലേക്ക് പോകുകയാണെങ്കിൽ ഇതിനെക്കാട്ടിലും കോംപ്ലക്സ് ആയിട്ടുള്ള ഡേറ്റ സ്ട്രക്ചേഴ്സ് വരാനുണ്ട്. പിന്നെ നിങ്ങൾ എങ്ങനെയാണ് ഈ പറഞ്ഞ പൈത്തൻ്റെ ബേസിക്സ് പഠിക്കാതെ നിങ്ങൾ എങ്ങനെയാണ് ഈ പറഞ്ഞ ബാക്കിയുള്ളവർക്ക് ചാടി പോകുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ആരെങ്കിലും നിങ്ങളുടെ ഇപ്പം ഒരു ഡേറ്റ സയൻസിൻ്റെ കോഴ്സ് എടുത്തരാന്ന് പറഞ്ഞാൽ അവർ പറയണം, ചോദിക്കണം നിങ്ങളുടെ നിങ്ങൾക്ക് പൈത്തൺ ബേസിക്സ് ഇല്ലെങ്കിൽ നിങ്ങൾ വരരുതെന്ന് പറയണം. അല്ലെങ്കിൽ ഞങ്ങളുടെ ബേസിക്സിൻ്റെ കോഴ്സ് ഉണ്ട് അതിൽ കയറിയിട്ട് നിങ്ങൾ വരാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു. അല്ലാതെ പൈസയ്ക്ക് വേണ്ടി വിളിച്ചു വരുത്തരുത്. ഭയങ്കര നഷ്ടമായിരിക്കും നിങ്ങൾക്ക്. ഒരിക്കലും ചെയ്യരുത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ബേസിക്സ് എന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ ഞാനിപ്പം ഇന്നലെ ഞാൻ ഒരാളെ കോൺടാക്ട് ചെയ്തു. ആൾ പറഞ്ഞ എൻ്റെ ഓപ്പൺ ഷിഫ്റ്റിൻ്റെ ക്ലാസ് എടുത്ത് കൊടുക്കുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഓപ്പൺ ഷിഫ്റ്റ് വേണമെന്നില്ല, നമുക്ക് വേറെ ഏതെങ്കിലും ഓപ്പൺ സോഴ്സ് പ്ലാറ്റ്ഫോം എടുക്കാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു എന്തിനാ ഓപ്പൺ ഷിഫ്റ്റ് പഠിക്കുന്നത്, നിങ്ങൾക്ക് കണ്ടെയ്നറിൻ്റെ ഫണ്ടമെന്റ്സ് അറിയുമെന്ന് ചോദിച്ചു. അതറിയത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു കണ്ടെയ്നർ അല്ലേ പഠിക്കേണ്ടത്, നിങ്ങൾ ഇതിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു കണ്ടെയ്നർ ടെക്നോളജി പഠിച്ചാൽ നിങ്ങൾക്ക് ഡോക്കർ പഠിക്കാം, കണ്ടെയ്നർ ഡി പഠിക്കാം, റോക്കറ്റ് ഡി പഠിക്കാം, കുബർനെറ്റിസ് പഠിക്കാം, ഹെൽം ചാർട്ട് പഠിക്കാം, നമ്പർ എന്ന് വെച്ചാൽ ഓപ്പൺ ഷിഫ്റ്റ് പഠിക്കാം, ഹെറോക്ക് പഠിക്കാം, അങ്ങനെ കുറേ ചെയിൻ ഓഫ് ടെക്നോളജീസ് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഞാൻ എന്തുകൊണ്ട് ഈ കോഴ്സ് എടുത്തു, എന്തുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ പ്രോട്ടോടൈപ്പിനെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി കോഴ്സ് എടുത്തു വെച്ച് കഴിഞ്ഞാൽ പഠിപ്പിക്കുന്ന മെത്തേഡ് ഒരാളും എനിക്കിതൊരു കിട്ടിയിട്ടില്ല. ഉള്ള പറയല്ലോ, ഞാൻ കിട്ടിയിട്ടുള്ളതെല്ലാം റിഫൈൻ ചെയ്തിട്ടുള്ളതാണ്, എൻ്റെതായ സ്ട്രക്ചർ ചെയ്തേക്കുന്നത്, എൻ്റെ തരം ചോദ്യങ്ങളിലൂടെ. ഞാൻ ചിലപ്പോൾ ChatGPT ചോദിക്കുമ്പോഴൊക്കെ ChatGPT എക്സലൻറ്റ് അനോമലി ആണല്ലോ എന്ന് എൻ്റെ അടുത്ത് പറയാറുണ്ട്. കാരണം അങ്ങനെ ആരും പഠിപ്പിച്ചിട്ടില്ല ഇതുവരെ. എൻ്റെ എക്സാമ്പിൾസ് എല്ലാം റിയൽ വേൾഡ് എന്നാണ് ഞാൻ എടുക്കുന്നത്. അല്ലാതെ ഞാൻ ഒരിക്കലും ഒരു നോട്ട്ബുക്സ് ഒന്നും ഞാൻ ഇതുവരെ റെഫർ ചെയ്തിട്ടില്ല. നോട്ട്ബുക്സ് ഒന്നും എനിക്ക് പ്രസൻറ്റേഷൻ ഇല്ല. പിന്നെ എന്ത് ചെയ്യണം, അത് ചെയ്തുകൊണ്ടിരുന്നു. പക്ഷേ അത് ബോറിംഗ് ആണെന്ന് തോന്നിയപ്പോൾ ഞാൻ നിർത്തി.